12th എക്സാം കഴിഞ്ഞ് അതായത് നമ്മുടെ അടുത്ത ഫ്യൂച്ചർ എന്താകും എന്നിങ്ങനെ ചോദ്യചിഹ്നമായി നിൽക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ്. സോ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം ഒരുപാട് ഇൻഫോർമേഷൻസ് നിങ്ങളിലേക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോൾ MBBS ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരെല്ലാവരും ഓപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ചില യൂണിവേഴ്സിറ്റികൾ പ്രധാനപ്പെട്ടതാണ് എയിംസ് എന്നൊക്കെ പറയുന്നത് അല്ലേ. അതുപോലെ നമുക്കറിയാം IIT അല്ലെങ്കിൽ NITs എന്നൊക്കെ പറയുന്ന കുറേ യൂണിവേഴ്സിറ്റീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ എഞ്ചിനീയറിംഗ് ഫീൽഡിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വളരെ ഫേമസ് ആയിട്ട് കേട്ടിട്ടുള്ള ഡൽഹി യൂണിവേഴ്സിറ്റി, JNU യൂണിവേഴ്സിറ്റി, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഏത് കോഴ്സസ് ഒക്കെയാണ് അവിടെ നടക്കുന്നത്, ഇങ്ങനൊരു ഡൗട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന കോഴ്സുകൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സുകൾക്ക് ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിവില്ലായിരിക്കാം. സോ അങ്ങനെയെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഈ സ്കൂളിംഗ് പോലെയല്ല, നമ്മൾ സ്കൂളിംഗ് കഴിഞ്ഞ് കോളേജിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ എവിടെ പഠിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും എഞ്ചിനീയറിംഗ് കോഴ്സ് നമുക്ക് സാധാരണ ഒരു കോളേജിൽ പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിയും ഒരു IITയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടിയും പേരിൽ നോക്കുമ്പോൾ ഒരേ കോഴ്സ് തന്നെയാണ് പഠിച്ചിരിക്കുന്നത്. പക്ഷേ രണ്ടുപേരുടെയും ക്വാളിറ്റി വളരെയധികം ഡിഫറെൻ്റ് ആയിരിക്കും. അത് ആ ക്യാമ്പസിൻ്റെ ഒരു ഡിഫറൻസ് ആണ്, അവരെ ട്യൂട്ടർ ചെയ്യുന്ന രീതിയിലുണ്ടാകുന്ന വ്യത്യാസമാണ്, അവർക്ക് കിട്ടുന്ന എക്സ്പോഷറിലുള്ള ഡിഫറൻസ് ആണ്. സോ ഈ ഒരു ഡിഫറൻസ് അതായത് നമ്മുടെ സ്റ്റഡീസിനെ വളരെയധികം അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഏത് ക്യാമ്പസിലാണ് നമ്മൾ പഠിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഡിഗ്രി കോഴ്സസും. നമ്മൾ സാധാരണ പറയുന്ന ഏതൊരു ഡിഗ്രി കോഴ്സസും, അത് BA കോഴ്സുകളായിക്കോട്ടെ, BSc കോഴ്സുകളായിക്കോട്ടെ, അങ്ങനെയുള്ള ഏത് ബാച്ചിലർ ഡിഗ്രി UG കോഴ്സുകളായിക്കോട്ടെ, ഈ കോഴ്സുകളൊക്കെ നമുക്ക് സാധാരണ ഒരു യൂണിവേഴ്സിറ്റിയിലും പഠിക്കാം. എന്നാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ഡൽഹി യൂണിവേഴ്സിറ്റി, JNU യൂണിവേഴ്സിറ്റി പോലെയുള്ള ഒരുപാട് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ജന്മം നൽകിയ യൂണിവേഴ്സിറ്റികളിലും പഠിക്കാം. അത്തരത്തിലുള്ള പ്രസ്റ്റീജിയസ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് ഇറങ്ങുന്ന ഒരു കുട്ടിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ JNU യൂണിവേഴ്സിറ്റിയുടെ പ്രോഡക്റ്റ് ആണ് നിർമ്മല സീതാരാമനും അതുപോലെ ജയശങ്കർ എന്നൊക്കെ പറയുന്ന നമ്മുടെ മിനിസ്ട്രി ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ. അതുപോലെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ പ്രോഡക്ട്സ് ആണ് നമ്മുടെ ഷാറൂഖ് ഖാൻ ആയാലും അതുപോലെ തന്നെ നമ്മുടെ ശശി തരൂർ ആയാലും, ഇതൊക്കെ ഡൽഹി യൂണിവേഴ്സിറ്റി പ്രോഡക്ട്സ് ആണ്. സോ ഇങ്ങനെ വളരെ അധികം നമ്മുടെ നാട്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ട് ആൾക്കാർക്ക് ജന്മം നൽകി ഇത്തരത്തിലുള്ള വലിയ യൂണിവേഴ്സിറ്റികളിലേക്ക് പഠിക്കാൻ നിങ്ങൾക്ക് ഒരു അവസരം ഇപ്പോൾ വന്നിരിക്കുകയാണ്. കാരണം പണ്ട് ഇതെല്ലാം പലർക്കും അപ്രാപ്യമായിരുന്നുവെങ്കിൽ ഇന്ന് എല്ലാവർക്കും അത് ഈസിലി അക്സസിബിൾ ആണ് ത്രൂ എ കോമൺ എൻട്രൻസ് കോൾഡ് CUET. സോ CUET എൻട്രൻസ് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാം. വളരെ ഈസി ആയിട്ട് തന്നെ ആ ഒരു ഒറ്റ എൻട്രൻസ് വഴി ഈ പറയുന്ന നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും, ഫേമസ് ആയിട്ടുള്ള ഇത്തരം യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. സോ എന്തിനാണ് ഇത്തരത്തിലൊരു വലിയൊരു അവസരം കിട്ടിയിട്ട് നമ്മളത് കളയുന്നത്? കാരണം വളരെ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ CUET എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ വളരെ ലക്കിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ അവസരം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയും വേണം. സോ എല്ലാവരും മനസ്സിലാക്കുക, ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യാനാണ് നമ്മൾ CUET എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്നത്. അപ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാകും, അതിൻ്റെ എങ്ങനെ ഇത് പഠിച്ചെടുക്കും, എന്തൊക്കെ പഠിക്കണം അല്ലേ. സോ നിങ്ങൾക്ക് ഈ ഒരു ക്ലാരിറ്റി നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ട്. എന്നാൽ ഒന്നുകൂടി പറയാം, ഇതിനകത്ത് പേപ്പർ 1, പേപ്പർ 2 എന്നൊക്കെ പറയുന്ന എക്സാമിനേഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും അതുപോലെ നിങ്ങളുടെ മെയിൻ ഡൊമൈൻ സബ്ജക്റ്റിന്റെ എക്സാമും ലാംഗ്വേജ് എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് അപ്പിയർ ചെയ്യേണ്ടതായിട്ട് വരും. 2026 CUET ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി Xylem സ്റ്റാർട്ട് ചെയ്യുകയാണ് CUET Endgame ബാച്ച്. ഈ ബാച്ചിൽ നിങ്ങൾക്ക് 3 കോഴ്സസ് ആയിട്ടാണ് ഈ ബാച്ചുകൾ അവൈലബിൾ ആകുന്നത്. ഒന്ന് CUET ജനറൽ, രണ്ടാമത്തെ CUET PCMB, അതുപോലെ തന്നെ CUET കോംബോ, അതായത് ഈ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇനി ആരെങ്കിലും ICAR എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ, അതായത് അഗ്രികൾച്ചർ റിലേറ്റഡ് കോഴ്സുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങൾ ഇതിനകത്ത് PCMB കോഴ്സ് മാത്രം എടുത്താൽ മതിയാകും. ഇതിൻ്റെ ഓരോ കോഴ്സസിൻ്റെയും പല ഡിഫറൻ്റ് ആയിട്ടുള്ള കോഴ്സ് റേറ്റ്സ് ആണ് വരുന്നതെങ്കിലും ഇതിൻ്റെ ഫീസ് വരുന്നത് 1999 മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. സോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ അവസരം ഒരിക്കലും പാഴാക്കരുത്.